ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാൾട്ട് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. നമ്മൾ വിക്രമിന്റെ തങ്കലാന്റെ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു പാട്ട്, തങ്കലാനെ എന്ന് പറഞ്ഞൊരു പാട്ട്, അതിന്റെ ഒരു മ്യൂസിക് DJ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കേട്ടപ്പോഴേ ഉറപ്പിച്ചതാണ് ദിസ് സോങ് വിൽ ഗിവ് us എ ഗൂസ് ബംസ്. അത് ആക്ച്വലി എന്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് ആ ഒരു മ്യൂസിക് പതിഞ്ഞ GV പ്രകാശിന്റെ അന്യായ ഒരു മ്യൂസിക് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പാട്ട്. സോ അത് ഇറങ്ങിയിട്ടുണ്ട്. ദ വാർ സോങ് ഫ്രം തങ്കലാൻ, ദ വാർ സോങ് ലിറിക്കൽ സോങ് ഫ്രം തങ്കലാൻ 3 days ആയി ഇറങ്ങിയിട്ട് 7.9 lakh വ്യൂസ് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് വ്യൂസിന്റെ കാര്യത്തിലല്ല, പക്ഷേ ഈ പാട്ട് കേൾക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഔട്ട് തങ്കലാൻ, ദ വാർ സോങ്, ചിയാൻ വിക്രം ആൻഡ് GV പ്രകാശ്. ലെറ്റ്സ് സീ. Guys, let's start Tankalan here, man. GV പ്രകാശ്. Oh, golden സാധനം. This one, man. Oh. Oh, man. കളർഫുൾ സാധനം കേട്ടോ, വരച്ചതാ തോന്നുന്നു. വോക്കൽ GV പ്രകാശ്. ഓ, ആർട്ട് ഡയറക്ടർ പൊളിക്കും. എഡിറ്റർ സെൽവർ ആർക്ക. ഓ, സംഭവം എവിടേക്കോ. ഓ, ഡബിൾ റോഡാണ് ആറ്റാണ്. 5 inches. ഓ, ഓ, വേറെ ലെവൽ സാധനം. ആസ് എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ, ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് എൻ്റെ 3 മിനിറ്റുള്ള സോങ്. എന്താ പറയാ, ശരിക്കും ഒരു വാർ സോങ് എന്നാണ് പേര്. സോ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ തങ്കലാൻ എന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ വിളിക്കുന്നത് പോലെ, അവരെ ആ ഒരു ഗോത്രം ആ തങ്കലാനെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പാടുന്നത് പോലെ, നമ്മൾ ദൈവത്തിനൊക്കെ വിളിക്കുന്നില്ലേ, ആദിയോനെ തങ്കലാനെ എന്ന് വിളിച്ച് വരുത്തി മൂപ്പരെ ആ ഒരു രീതി, അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഒരു വാറിന് പ്രിപ്പയർ ആവുന്ന പോലെ ആ ഒരു സംഭവം വൈബ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എടുത്തു പറയേണ്ട GV പ്രകാശിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. GV പ്രകാശും മ്യൂസിക് ആൻഡ് വോക്കൽസ് ബൈ GV പ്രകാശ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അറിവ്, ലിറിക്സ് അറിവ്, എഴുതിയ ആൾക്ക് അറിവാണ് പാടിയിട്ടുള്ളത്. വെരി റിതം, ഹുബർട്ട് മെറൻ, ഇതൊക്കെ ഈ പാട്ടിൽ എല്ലാവരും. ആൻഡ് വിക്രത്തിന്റെ ലുക്ക് എന്ന് പറഞ്ഞ എജാതി ലുക്ക് മോനെ, ശരിക്കും ഒരു അപ്പാക്കലിപ്റ്റൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മുടെ ട്രെയിലറിൽ കണ്ടു. അത് ഇതില് ഈ പാട്ടിന്റെ എഡിറ്റ് വർക്കും ശരിക്കും ആ കളർ മിക്സിങ്ങും കാര്യങ്ങളും, ആ ഗോൾഡൻ കളർ വരുന്നതും
ആ വരച്ചതുപോലെയുള്ള സംഭവങ്ങൾ അതെല്ലാം ഈ പാട്ടിനെ ഭയങ്കര എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ വ്യൂസ് നോക്കുമ്പോൾ ഒരു 1 മില്യൺ പോലും അടിച്ചില്ല എന്ന് പറഞ്ഞത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും നല്ലൊരു പാട്ട് 1 മില്യൺ ആയിട്ടില്ല, 7.9 മില്യൺ മാത്രം, സംതിങ് ലക്ഷം മാത്രമേ ആയിട്ടുള്ളൂ. അറിയില്ല. എനിവേ തങ്കലാൻ എന്ന സിനിമ വേറെ ലെവലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറുതൊരു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സ്ക്രിപ്റ്റിലെല്ലാം കുറച്ച് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ. ഒരു ഭാഗത്ത് നമ്മൾ സൂര്യ നയിക്കുന്ന കങ്കുവ, മറ്റേ ഭാഗത്ത് ചിയാൻ വിക്രത്തിന്റെ തങ്കലാൻ. ഒന്നും ഒരു രക്ഷയില്ല. തമിഴ് ഇൻഡസ്ട്രി ഇങ്ങനെ മേലെ മേലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ തങ്കലാൻ എന്തായാലും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്നുള്ളത് 100% ഉറപ്പാണ്. സോ ഈ മ്യൂസിക് കൂടി വന്നപ്പോൾ വേറെ ലെവലായി സംഭവം. ആൻഡ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.